ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് യേശുവിനെ ക്രൂശിച്ച സമയത്ത് യേശു അവസാനമായി പറഞ്ഞ വാക്കുകളെ 7 മൊഴികളായി തരം തിരിച്ചിരിക്കുന്നു. അതിലെ ഒന്നാമത്തെ മൊഴിയായ പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായ്ക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. സഹോദരങ്ങളെ, നിങ്ങളെ വേദനിപ്പിച്ചവരോട് നിങ്ങൾ ക്ഷമിച്ചിട്ടുണ്ടോ? നിങ്ങളെ തകർത്തവരോട് നിങ്ങൾ ക്ഷമിച്ചിട്ടുണ്ടോ? നിങ്ങളെ അപമാനിച്ചവരോട് നിങ്ങൾ ക്ഷമിച്ചിട്ടുണ്ടോ? ഇന്ന് നാം കേൾക്കാൻ പോകുന്നത് ലോകം കേട്ട ഏറ്റവും ശക്തമായ ഒരു വാക്കാണ്. മരണം നേരിടുമ്പോഴും വേദനയുടെ നടുവിലും യേശു പറഞ്ഞത്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായ്ക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. യേശു ക്രൂശിൽ കയറ്റപ്പെട്ടിരിക്കുന്നു. കയ്യിലും കാലിലും ആണികൾ, തലയിൽ മുൾക്കിരീടം. ക്രൂശിന് ചുറ്റുമായി യേശുവിനെ പരിഹസിക്കുന്നവർ ഉണ്ടായിരുന്നു. യേശുവിനെ വേദനിപ്പിക്കുന്നവർ ഉണ്ടായിരുന്നു. യേശുവിനെ കൊല്ലാൻ ശ്രമിക്കുന്നവർ ഉണ്ടായിരുന്നു. അപ്പോഴാണ് യേശു വായി തുറക്കുന്നത്. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായ്ക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ഇത് പ്രതികാരത്തിൻ്റെ വാക്കല്ല, ശാപത്തിൻ്റെ വാക്കല്ല. ഇത് ക്ഷമയുടെ വാക്കാണ്. യേശു എന്തുകൊണ്ട് ക്ഷമിച്ചു കൊടുത്തു? യേശുവിനെ നിന്ദിച്ചവരെ, യേശുവിനെ പരിഹസിച്ചവരെ, യേശുവിനെ വേദനിപ്പിച്ചവരെ. സത്യമെന്താണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. യേശു നമുക്ക് വേണ്ടി സ്നേഹത്തിൻ്റെ ഉദാഹരണം കാണിച്ചു തന്നു. നമ്മൾക്ക് അറിയുന്നവരെ പോലും അവർക്ക് വേണ്ടി നമ്മൾ ക്ഷമിച്ചു കൊടുക്കാറില്ല. എന്നാൽ യേശു എല്ലാവർക്കും വേണ്ടി ക്ഷമിച്ചു കൊടുത്തു. സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, നിനക്ക് ക്ഷമിച്ചു കൊടുക്കാൻ പറ്റാത്തവർ നിന്റെ ചുറ്റിലുമുണ്ടോ? നിനക്ക് വേദന നൽകിയ ആൾ നിന്റെ ചുറ്റിലുമുണ്ടോ? എന്നാൽ ഈ വചനം നിന്നോട് പറയുന്നു, ക്ഷമിക്കുക. ക്ഷമയില്ലാതെ സമാധാനം ഇല്ല. നിന്നെ വേദനിപ്പിച്ചവരോട്, നിന്നെ അപമാനിച്ചവരോട്, നിന്നെ നിന്ദിച്ചവരോട് ക്ഷമിക്കുമ്പോൾ നിന്റെ ഹൃദയം മോചിതമാകും. നീ പിടിച്ചു നിൽക്കുന്ന വേദന യേശു വിട്ടുകളയാൻ പറയുന്നു. സഹോദരങ്ങളെ, ക്രൂശിൽ നിന്നുള്ള ആദ്യത്തെ വാക്ക് നിന്നെ മാറ്റാനുള്ളതാണ്. നിന്നെ ദ്രോഹിച്ചവരോട് നീ ക്ഷമിക്കുക എന്നുള്ള വലിയ ഒരു പാഠം യേശു ക്രൂശിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മെ വേദനിപ്പിച്ചവരോട് നമ്മൾ എപ്പോൾ ക്ഷമിച്ചു തുടങ്ങുന്നുവോ അപ്പോൾ മുതൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും. നമ്മോട് ചെയ്ത വലിയ ദ്രോഹങ്ങൾ നമ്മൾ അവരോട് ക്ഷമിച്ചു കൊടുക്കുമ്പോൾ ദൈവം നമ്മൾ ചെയ്ത പാപങ്ങൾ ദൈവം നമ്മോട് ക്ഷമിച്ചു തരുന്നു. നമുക്ക് ക്ഷമയുള്ളവരായിരിക്കാം. ജീവിതത്തിൽ ക്ഷമ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ക്ഷമിച്ചുകൊണ്ട് ദൈവസ്നേഹത്തെ തൊട്ടറിയാം. ഒന്നാമത്തെ മൊഴിയിലൂടെ ക്ഷമ എന്ന വലിയ പാഠത്തെ കൈക്കൊള്ളാം. ദൈവം അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ.